ഇവിടെ ഒരു പള്ളിയുണ്ട്, മസ്ജിദ് അരീഷ് എന്നാണ് പേര് പറയാം. ബദർ യുദ്ധത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ടെന്റ് കെട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സ്ഥലത്താണ് ആ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. അതിന്റെ ബാക്ക് ഭാഗങ്ങളിലാണ് ആ തടാകം എന്ന് പറയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾക്ക് വേണ്ടിയും എടുക്കാനും കുടിക്കാനും മറ്റൊക്കെ ആയിട്ട് വെള്ളം ലഭിക്കാതിരുന്നപ്പോൾ ഒരു പ്രാർത്ഥിക്കുകയും ശക്തമായ മഴ വർഷിക്കുകയും കുന്നിൻ മുകളിൽ നിന്ന് വെള്ളം മുഴുവൻ താഴ്ഭാഗത്തേക്ക് ഒഴിഞ്ഞു വന്ന് നബി അത് തടാകമായി കെട്ടിനിർത്താൻ പറയുകയും ആ തടാകം പൊളിക്കാൻ വേണ്ടി വന്നതോടുകൂടിയാണ് വെള്ളമെടുക്കാൻ വേണ്ടി ശത്രുക്കൾ കൊന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ തടഞ്ഞപ്പോൾ നബി പറഞ്ഞു, വെള്ളം ആവശ്യത്തിനെടുക്കുന്ന ആരെയും തടയണ്ട എന്ന് പറഞ്ഞ് നമുക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. പക്ഷേ അത് പൊളിക്കണമെന്നാണ് അവർ തീരുമാനിച്ചത്. അങ്ങനെ അസ്വദ് അത് പൊളിക്കാൻ തന്നെ തീരുമാനിക്കുകയും വീരവാദം മുഴക്കി തകർക്കും പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോ ഹംസ റളിയല്ലാഹു വാളെടുത്തിറങ്ങി, ഹംസ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ഭൂമിലോകത്തിൽ തകർക്കാൻ ആണത്വമുള്ളവർ ആരും ഇല്ല എന്ന് ഹംസ റളിയല്ലാഹു പറയുകയും പിന്നീട് അവർ തമ്മിൽ ശക്തമായ യുദ്ധം നടത്തുകയും അസ്വദിനെ ഹംസ റളിയല്ലാഹു വെട്ടിവീഴ്ത്തുകയാണ് ഉണ്ടായത്. മരണം കല്ലടിച്ചുകൊണ്ടിരിക്കുന്ന അസ്വദ് ഏങ്ങി പോയി അത് തടാകത്തിന്റെ കല്ല് പൊളിച്ചു. തടാകം പൊളിക്കും എന്ന് പറഞ്ഞാൽ പൊളിച്ചു എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. പിന്നീടാണ് യുദ്ധം തുടങ്ങുന്നത്. അബൂജഹൽ പറഞ്ഞു, നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരാളെ പോയി, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അവരിൽ നിന്ന് ഉത്തബത്തും ഷൈബത്തും വലീദും അടങ്ങുന്ന 3 പേർ അടുക്കളത്തിലേക്ക് ഇറങ്ങുകയും നബിയെയും അനുയായികളെയും വെല്ലുവിളിച്ചപ്പോ അൻസാറുകൾപ്പെട്ട വീരരായിരിക്കുന്ന 3 സഹാബികൾ മുന്നോട്ട് വന്നപ്പോ അബൂജഹൽ പറഞ്ഞു, അൻസാറുകളായ ആളുകളെയല്ല ഞങ്ങൾക്ക് വേണ്ടത്, മുഹാജിറായ ആളുകളാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് അവിടെയാണ് മറ്റേ ഉസ്താദ് വരുന്നത്. മുഹാജിറിന്റെ വാക്ക് കേട്ട് മുൻപ് 3 സിൻഹറ മുന്നിലെ ബൈദത്തും പിൻ ഹംസയും ഹൈദറ എന്ന് തുടങ്ങുന്ന കുട്ടികളുടെ കവിത പാട്ട്. ഹംസ റളിയല്ലാഹു പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹംസ റളിയല്ലാഹു അലി റളിയല്ലാഹു ഉബൈദ റളിയല്ലാഹു അടുക്കത്തിലേക്ക് പോകാൻ അനുവാദം കൊടുക്കുകയും ഇവിടെ ഇടതുഭാഗത്ത് കുറച്ച് ചിഹ്നം കാണുന്നുണ്ടോ? അതാണ് മലക്കുകൾ ഇറങ്ങിയ മല എന്ന് പറയുന്നത്. പോവാണ്. ആ ഇടതുഭാഗത്ത് നോക്കി ഒരു മണയപ്പൂക്ക് പോലെ മല. അവിടെയാണ് ബദർ യുദ്ധത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ അരീഷ് എന്ന പള്ളിയിൽ ഇരുന്നുകൊണ്ട് കൈമ കെട്ടി നബി പ്രാർത്ഥിക്കാണ്. സഹാബാക്കളൊക്കെ ചെന്ന് നോക്കുമ്പോ യാ ഹയ്യു യാ ഖയ്യൂം എന്ന് വളരെ വിഷമത്തോടുകൂടി പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കൊടുത്തിട്ട് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയുടെ ഫലമായി ആദ്യം 3000 മലക്കുകളും പിന്നീട് 2000 മലക്കുകളും അങ്ങനെ 5000 മലക്കുകൾ ബദർ യുദ്ധത്തിൽ നബിയെയും സഹാബാക്കളെയും സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൊക്കെ ഉണ്ട്. അതാണ് നേരത്തെ ജിബ്രീൽ അലൈഹിസ്സലാം എന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്, നിങ്ങളുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്ത ആളുകളുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുമ്പോ അബ്ദുൽ മുസ്ലിമീന എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുസ്ലിങ്ങളിൽ ഏറ്റവും പ്രശസ്തരാണ് അവർ. ജിബ്രീൽ അലൈഹിസ്സലാം സമയത്ത് പറഞ്ഞു, കദാലിക അപ്രകാരം തന്നെയാണ് ബദറിൽ പങ്കെടുത്ത
ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മലക്കറയും സ്തുതി, അവരാണ് മലക്കറ ഏറ്റവും പ്രസിദ്ധർ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞ ആ മാലാഖമാർ ഇറങ്ങിയ മലയാണ് ഇത് എന്ന് പറയുന്നു. ഈ മല ഞാൻ നോക്കിയാൽ ആ ചുറ്റുപാടുകളൊക്കെ മല ശ്രദ്ധിച്ചു നോക്കി എല്ലാം പാറയാണ്. ആ പാറന്റെ ഇടയിൽ അത് മാത്രം ഒരു മണൽക്കൂട പോലെ നിൽക്കലുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കവിടെ പോകാം. കയറുമ്പോഴേക്ക് കുറച്ചൊക്കെ കയറാം. നമുക്ക് അസറ് സ്കെച്ചിട്ടില്ല. കടന്ന കഴിയില്ല.